വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ ചാനൽ കംപ്ലീറ്റ്ലി ഡാർക്ക് ഡെഡ് ഫ്രീസ് ആയി പോയതാണെങ്കിലും അതിനെ നമുക്ക് അൺഫ്രീസ് ചെയ്ത് ഗ്രോ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ അൺഫ്രീസ് ചെയ്യാൻ പറ്റും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് തുടർച്ചയായി 10 വ്യൂസ്, 20 വ്യൂസ്, 30 വ്യൂസ് ഇതേപോലെ വ്യൂസ് കുറഞ്ഞു വരികയാണെങ്കിൽ, അതായത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഈ വീഡിയോസിനെല്ലാം തുടർച്ചയായി ഇതേപോലെ വ്യൂസ് കുറഞ്ഞു വരികയാണെങ്കിൽ ഉറപ്പിക്കാം നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഓൾറെഡി അത് ഫ്രീസ് ആയി കഴിഞ്ഞു, ഏതാണ്ട് ഒരു ഡെഡ് അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും തുടർച്ചയായി വ്യൂസ് കുറഞ്ഞു വന്ന് നിങ്ങളുടെ ചാനൽ ഒരു ഡാർക്ക് ഡെഡ് അവസ്ഥയിൽ എത്തിയാൽ പോലും വീണ്ടും നമുക്ക് നമ്മുടെ ചാനലിനെ അൺഫ്രീസ് ചെയ്ത് അതിനെ ഗ്രോ ചെയ്ത് നമ്മുടെ ചാനലിൽ വ്യൂസ് കൊണ്ടുവരാവുന്നതാണ്. നിങ്ങളിൽ പലർക്കും അറിയാം, ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുമുണ്ട്, എൻ്റെ ഈ ചാനൽ തന്നെ ഇത് കംപ്ലീറ്റ്ലി ഫ്രീസ് ആയി പോയ ഒരു ചാനലായിരുന്നു. അതിനെ വീണ്ടും ഞാൻ അൺഫ്രീസ് ചെയ്ത് ഗ്രോ ചെയ്ത് പതുക്കെ കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണിത്. നിങ്ങളിൽ പലരും ഇത് ഫേസ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ മറ്റു പലരും മോണിറ്റൈസ് ആയ ചാനലാണെങ്കിലും മോണിറ്റൈസ് ആകാത്ത ചാനലാണെങ്കിലും ഇൻ ഫ്യൂച്ചർ ഇത് ഫേസ് ചെയ്യാതിരിക്കട്ടെ. അഥവാ ഫേസ് ചെയ്താൽ എങ്ങനെ നിങ്ങളുടെ ചാനലിനെ വീണ്ടും അൺഫ്രീസ് ചെയ്ത് അതിൽ വ്യൂസ് കൊണ്ടുവരാം, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ആദ്യം നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ ചാനൽ ഫ്രീസ് ആകുന്നത് എന്ന് നോക്കാം. അതിനുശേഷം ഇതിനെ എങ്ങനെ അൺഫ്രീസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. കാരണം നമുക്കൊരു അസുഖം വന്നാൽ തന്നെ ഈ അസുഖം വരാനുള്ള കാരണമായിരിക്കും ഡോക്ടർ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും നമുക്ക് മെഡിസിൻസ് തരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ഈ ചാനൽ ഫ്രീസ് ആയത്, ഈ കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഫ്രീസ് ആകാത്തവരെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തെറ്റുകൾ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആകാതെ നിങ്ങൾ സൂക്ഷിക്കുക. ഇതിൽ ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത് ഡിലീറ്റിംഗ് ബൾക്ക് വീഡിയോസ്. അതായത് നമ്മുടെ ചാനലിൽ നിന്ന് 5, 10, 15 അതിൽ കൂടുതലോ വീഡിയോസ് ഒറ്റയടിക്ക് ബൾക്കായിട്ട് നമ്മൾ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് ഫ്രീസ് ആയി പോകും. അതായത് ചില സമയത്ത് നമുക്ക് ഒരു അത്യാവശ്യം വന്നു, ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു, അതൊരു അത്യാവശ്യമാണ്. ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നത് പോലെയല്ല നമ്മൾ ബൾക്ക് വീഡിയോസ് ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ ചാനലിൽ നിന്ന് ബൾക്ക് വീഡിയോസ് ഡിലീറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് അത് റിജക്റ്റ് ആവുന്നവർക്ക് അവരുടെ ചാനലിൽ നിന്ന് കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് പിന്നെ റീഅപ്ലൈ കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നാലും നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ ഡിലീറ്റ് ചെയ്യാതിരിക്കുക. ഓരോ ദിവസവും 1, 2 വീഡിയോസ് ആയിട്ട് പെതുക്കെ ഡിലീറ്റ് ചെയ്ത് സമയമെടുത്തതിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് റീഅപ്ലൈ കൊടുക്കുക. അതല്ലാതെ ഒറ്റയടിക്ക് അതിനെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ പെതുക്കെ ഡിലീറ്റ് ചെയ്താലും ശരി, നിങ്ങളുടെ ചാനൽ ഒന്ന് സ്ലോ ആവും. പക്ഷേ വീണ്ടും നമ്മൾ കൺസിസ്റ്റൻ്റ്ലി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കതിനെ നോർമൽ സ്പീഡിലാക്കി എടുക്കാവുന്നതാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വയലേറ്റിംഗ് യൂട്യൂബ് ഗൈഡ് ലൈൻസ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, യൂട്യൂബിൽ ഒരുപാട് റൂൾസും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും ഒക്കെ ഉണ്ട്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാർണിംഗ് കിട്ടാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചാനൽ സ്ലോ ആവുകയും ചെയ്യും. വീണ്ടും ഇത്തരത്തിൽ നിങ്ങൾ തെറ്റിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ പതുക്കെ ഫ്രീസ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഈ യൂട്യൂബിലുള്ള റൂൾസും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ വീഡിയോസ് ചെയ്യുക. ഒരു തെറ്റും ചെയ്യാതിരിക്കാനുള്ള ശ്രമം നടത്തുക. അതുപോലെ ഒരു സ്ട്രൈക്കും മേടിച്ച് കിട്ടാതിരിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത തെറ്റെന്ന് പറയുന്നത് മിക്സ്ഡ് കണ്ടന്റ്. അതായത് നിങ്ങൾ ആരുടെയും വീഡിയോസ് കണ്ട് അതിൽ ഇൻസ്പയർ ആയിട്ടായിരിക്കും വീഡിയോസ് ചെയ്തു തുടങ്ങുന്നത്. അതിൽ വ്യൂസ് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ വേറെ ആരുടെയും വീഡിയോസ് കാണും, അവർക്ക് നല്ലതായിട്ട് വ്യൂസ് കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോൾ ആഹാ ഇനി ആ കാറ്റഗറി ചെയ്ത് തുടങ്ങാം. നിങ്ങൾ അത്തരത്തിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്ത് തുടങ്ങും. പിന്നെ അതിനും വ്യൂസ് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ വേറെ ആരുടെയും വീഡിയോസ് കാണും, അവർക്കും നന്നായിട്ട് വ്യൂസ് കിട്ടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ചെയ്ത് തുടങ്ങും. ഇങ്ങനെ നിങ്ങൾ പലതരത്തിലുള്ള വീഡിയോസ്, പല കാറ്റഗറിയിലുള്ള വീഡിയോസ് മിക്സ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഒരിക്കലും നിങ്ങൾക്ക് റീച്ച് തരത്തില്ല. അതായത് ഇന്ന് നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടു, ഞാൻ ഇന്ന് യൂട്യൂബ് ടിപ്സ് ചെയ്ത് തുടങ്ങാം. കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ അതിന് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ വേറൊരു ചാനൽ കാണും, ഗെയിമിംഗ് ചാനൽ കണ്ടു, എന്നാൽ ഞാൻ ഗെയിമിംഗ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾ ഗെയിമിംഗ് വീഡിയോസ് ഇട്ട് തുടങ്ങും. കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനും വ്യൂസ് കിട്ടുന്നില്ല. നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ്, ആരുടെയും കോമഡി വീഡിയോസ്, ഇങ്ങനെയുള്ള വീഡിയോസ് കാണും, അവർക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാൻ ആ ഒരു വീഡിയോസ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം ഒരേ ചാനലിൽ തന്നെ പലതരത്തിലുള്ളത്, യൂട്യൂബ് ടിപ്സും ഉണ്ട്, ഗെയിമിംഗ് വീഡിയോസും ഉണ്ട്, അതുപോലെ ഡാൻസ് വീഡിയോസും ഉണ്ട്. ഇങ്ങനെയുള്ള പല വീഡിയോസ് മിക്സ് ചെയ്ത് നിങ്ങൾ ഒരേ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾക്ക് റീച്ച് ഒരിക്കലും തരത്തില്ല. തുടക്ക സമയത്ത് പലരും അങ്ങനെ ചെയ്യാറുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കണം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണ്, നിങ്ങൾക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കിലുള്ള വീഡിയോസ് ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ കാറ്റഗറി ഫിക്സ് ചെയ്ത് അതേ തരത്തിലുള്ള കാറ്റഗറിയിലുള്ള വീഡിയോസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. അതല്ലാതെ മിക്സ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂസ്ലി മുന്നോട്ട് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ അതേപോലെ കടന്നു പോകും. നിങ്ങൾക്ക് ഒരിക്കലും റീച്ചും കിട്ടത്തില്ല, വ്യൂസും കിട്ടത്തില്ല. പതുക്കെ നിങ്ങളുടെ ചാനൽ അവിടെ ഫ്രീസ് ആയി പോകും. അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത തെറ്റെന്ന് പറയുന്നത് ലോങ് ടൈം ഗ്യാപ്പ്. അതായത് നിങ്ങൾ വീഡിയോസൊക്കെ നന്നായി കൺസിസ്റ്റൻ്റ്ലി പോസ്റ്റ് ചെയ്ത് വരികയാണ്, പെട്ടെന്ന് നിങ്ങളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം വലിയ ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷമായിരിക്കും
നിങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ അവിടെ ഫ്രീസ് ആയി പോകും. ഏതാണ്ട് ഒരു ഡെഡ് ഫ്രീസ് ആയി പോകുമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് എനിക്ക് സംഭവിച്ചതാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങി വീഡിയോസൊക്കെ കുറച്ച് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 10-15 വീഡിയോസ് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഏതാണ്ട് ഒരു വർഷത്തേക്ക് ഞാൻ വീഡിയോസ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നില്ല. കംപ്ലീറ്റ്ലി ഡാർക്ക് ഡെഡ് ആയി പോയ ഒരു ചാനലാണിത്. ഇതിനെ പിന്നീട് ഞാൻ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് കണ്ടിന്യൂസ്ലി ഇതിന് സമയം കൊടുത്ത് ഞാൻ പെതുക്കെ ഇതിനെ ഗ്രോ ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വലിയ ഒരു ഗ്യാപ്പ് നിങ്ങളുടെ ചാനലിൽ കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയി പോകും, ഉറപ്പായിട്ട് ഫ്രീസ് ആയി പോകും. അതുപോലെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ലോങ് ടൈം ഗ്യാപ്പ് കൊടുക്കരുത്. അതിനോടൊപ്പം തന്നെ നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അതായത് നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ടു, പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു, പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു, പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു. ഇങ്ങനെ നമ്മൾ ഇറഗുലർ ആയി കഴിഞ്ഞാൽ യൂട്യൂബിന് തോന്നും, ഓ ഇവന് സീരിയസ്നെസ് ഇല്ല, ഇവൻ ടൈം പാസിന് വന്നവനാണ്, ഇവന് റീച്ച് കൊടുത്തിട്ട് കാര്യമില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ചാനൽ യൂട്യൂബ് സ്ലോ ആക്കും. പെതുക്കെ നമ്മുടെ ചാനൽ ഫ്രീസ് ആയി പോകും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റീയൂസ്ഡ് കണ്ടന്റ്. നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്ത് നിങ്ങളുടെ ചാനലിൽ അതേപോലെ അപ്ലോഡ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് കിട്ടിയെന്ന് പറയാം. ഇപ്പോൾ തുടക്ക സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല വ്യൂസ് കിട്ടും. ഈ കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ മോണിറ്റൈസും ആയെന്ന് വരാം. പക്ഷേ നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മോണിറ്റൈസേഷൻ അവിടെ റിജക്റ്റ് ആവും. ഈ കാരണം തന്നെ അവർ പറയും റീയൂസ്ഡ് കണ്ടന്റ് കാരണം നിങ്ങളുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആക്കി. പെതുക്കെ നിങ്ങളുടെ ചാനലിലെ വ്യൂസ് കുറഞ്ഞു വരും. പെതുക്കെ നിങ്ങളുടെ ചാനൽ ഫ്രീസും ആയി പോകും. അതുപോലെ പലരും വിചാരിച്ചിരിക്കുന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊക്കെ മറ്റുള്ളവരുടെ വീഡിയോസ് അതേപോലെ എടുത്ത് ഇവിടെ അവരുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈക്ക് കിട്ടില്ല എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല, അത് തെറ്റാണ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്താലും ശരി, അവർക്ക് ഇവിടെ യൂട്യൂബിൽ വന്ന് നിങ്ങൾക്ക് സ്ട്രൈക്ക് തരാൻ പറ്റും. അതിനുള്ളൊരു ഓപ്ഷൻ യൂട്യൂബിലുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നുണ്ട്. എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് സ്ട്രൈക്ക് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സ്ട്രൈക്ക് കൊടുക്കണമെങ്കിൽ അതെങ്ങനെ കൊടുക്കാം, അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വീഡിയോസ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അതിന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടേതായ ഒരു എഫർട്ട് അതിൽ കാണിച്ച് ആ രീതിയിൽ നിങ്ങളുടെ വീഡിയോ ആക്കി മാറ്റി അതിനെ അപ്ലോഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് അവിടെ വ്യൂസും കാര്യങ്ങളൊക്കെ കൂട്ടി കിട്ടും. അതുപോലെ തന്നെ യൂട്യൂബിൽ റീമിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മറ്റുള്ളവരുടെ വീഡിയോസ് നിങ്ങൾക്ക് റീമിക്സ് ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ വീഡിയോസ് എവിടെ നിന്നും എടുത്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചാനൽ ഫ്രീസ് ആകാനുള്ള മെയിൻ ആയിട്ടുള്ള ചില കാരണങ്ങൾ. ഇനി നമ്മുടെ ചാനലിന്റെ വീഡിയോസിൽ വ്യൂസ് എങ്ങനെ കൂട്ടിക്കൊണ്ട് വരാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തേത് വീഡിയോ ലെങ്ത്. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ലോങ് വീഡിയോയുടെയും ഷോർട്ട് വീഡിയോയുടെയും ലെങ്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ പലരും വിചാരിച്ചിരിക്കുന്നത് ചെറിയ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വ്യൂസ് കിട്ടുമെന്നാണ് കരുതുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. നമ്മൾ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ മാക്സിമം ലെങ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. കുറഞ്ഞത് ഒരു 8 മിനിറ്റ് 10 മിനിറ്റിന് മുകളിലേക്കുള്ള വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൂടുതൽ റീച്ച് യൂട്യൂബ് തരും. കാരണം നമ്മുടെ വീഡിയോയുടെ വാച്ച് ടൈം കൂടുന്നതിനനുസരിച്ചാണ് ലോങ് വീഡിയോയ്ക്ക് യൂട്യൂബ് കൂടുതൽ റീച്ച് തരുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ഓഡിയൻസ് റിട്ടൻഷൻ അതുപോലെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഇത് രണ്ടും ഒന്നാണെങ്കിലും ഇത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഇതിലൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന ഒരു വീഡിയോ ആണ്. അത് കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത വീഡിയോ കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവും, ഞാനൊരു ലെങ്തി ലോങ് വീഡിയോ ഇനി മുതൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കുറഞ്ഞത് ഒരു 8 മിനിറ്റ് തൊട്ട് മുകളിലേക്കുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വ്യൂസ് അവിടെ കൂട്ടി കിട്ടും. അതുപോലെ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചെറിയ ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. അതായത് മാക്സിമം 10 സെക്കൻഡിനുള്ളിലുള്ള ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. കൂടിപ്പോയ 12 സെക്കൻഡ് അതിൽ കൂടാൻ പാടില്ല. ഇങ്ങനെ ചെറിയ ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് കാണുന്നവരെ സ്കിപ്പ് ചെയ്താലും ശരി, അവർ സ്കിപ്പ് ചെയ്യുമ്പോഴേക്കും മാക്സിമം അത് ഓടിയിട്ടുണ്ടാവും. നിങ്ങളുടെ ഓഡിയൻസ് റിട്ടൻഷൻ അവിടെ മാക്സിമം കിട്ടും. അപ്പോൾ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് വായിക്കും. നിങ്ങൾക്ക് അവിടെ വ്യൂസ് കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒരു ലെങ്തി ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയതാണെങ്കിലും നിങ്ങൾക്ക് പെതുക്കെ ലോങ് വീഡിയോസിലും ഷോർട്ട് വീഡിയോസിലും വ്യൂസ് കൂട്ടിക്കൊണ്ടും വരാൻ പറ്റും. നിങ്ങളുടെ ചാനലിനെ അൺഫ്രീസ് ചെയ്ത് നിങ്ങളുടെ ചാനലിനെ ഗ്രോ ചെയ്യാനും പറ്റും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ത്രൂ റേറ്റ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്. കാരണം ഓൾറെഡി നമ്മുടെ ഫ്രീസ് ആയ ഒരു ചാനലാണ്. എത്ര പേരുടെ അടുത്ത് യൂട്യൂബ് നമ്മുടെ വീഡിയോ എത്തിക്കുന്നു, അതിൽ മാക്സിമം ആളുകളെ കൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ തംബ്നെയിലിൽ നന്നായി വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾ മിസ്റ്റർ ബീസ്റ്റിന്റെ ചാനലിൽ അയാളുടെ തംബ്നെയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ ആരും ക്ലിക്ക് ചെയ്തു പോകും. ചിലപ്പോൾ അത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ ടോപ്പിക്കും ആയിരിക്കത്തില്ല. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം, പക്ഷേ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ ടോപ്പിക്കും ആവരുത്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, കുറച്ചൊക്കെ
എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാം, അതായത് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ ക്ലിക്ക് ചെയ്യണം തോന്നണം, ആ രീതിയിലുള്ള തംബ്നെയിൽ ആയിരിക്കണം. പക്ഷേ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ ടോപ്പിക് ആക്കി പണി മേടിക്കുകയും ചെയ്തത്. ഈ രീതിയിൽ നമ്മൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ത്രൂ റേറ്റ് പെട്ടെന്ന് കൂട്ടാൻ പറ്റും, വ്യൂസും അവിടെ കൂട്ടി കിട്ടും, നമ്മുടെ ചാനലിനെ പതുക്കെ നമുക്ക് അൺഫ്രീസ് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡിനുള്ളിലുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രെയിം, അതായത് ആര് കണ്ടാലും ക്ലിക്ക് ചെയ്യും ആ രീതിയിലുള്ള ഒരു ഫ്രെയിം സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഈ ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ തുടക്കത്തിലോ അതിൻ്റെ എൻഡിലോ ആയിട്ട് നിങ്ങൾ കൊടുത്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ ഫ്രെയിമിനെ തന്നെ നിങ്ങൾ അതിൻ്റെ തംബ്നെയിലായിട്ട് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഒരു അട്രാക്റ്റീവായ ഫ്രെയിം ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വ്യൂസ് കൂടുതൽ ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, അവരുടെ ഷോർട്ട് വീഡിയോയിൽ ആ ഒരു ഫ്രെയിം ഉണ്ടാവത്തേ ഇല്ല, അവർ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഫ്രെയിം കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂസും കൂട്ടാവുന്നതാണ്, നിങ്ങളുടെ ചാനലിനെ പതുക്കെ അൺഫ്രീസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഓഡിയൻസ് ഏതൊക്കെ ടോപ്പിക്കിലുള്ള വീഡിയോസാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് യൂട്യൂബ് തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിലൂടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ ടോപ്പിക്കിൽ നിങ്ങൾ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ വ്യൂസ് കൂടുതൽ കിട്ടിയിരിക്കും. കാരണം യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസാണിത്. അതായത് നിങ്ങളിവിടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ അനാലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക ട്രെൻഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക യൂട്യൂബ് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഓഡിയൻസ് ഏതൊക്കെ ടോപ്പിക്കാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതേ ടോപ്പിക്കിൽ നിങ്ങൾ വീഡിയോസ് ചെയ്തിട്ട് ഇതിൽ ഏതൊക്കെ സെറ്റിംഗ്സ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് യൂട്യൂബ് ഇവിടെ പറയുന്നുണ്ട്, അത് ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നില്ല. അതേപോലെ തന്നെ ഏത് ടൈമിൽ ഇതിനെ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതും യൂട്യൂബ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ വീഡിയോ കാണുക, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ യൂട്യൂബ് പറയുന്ന ടോപ്പിക്കിൽ യൂട്യൂബ് പറയുന്ന സെറ്റിംഗ്സ് എല്ലാം കൊടുത്ത് അവർ പറയുന്ന സമയത്ത് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പ് നമുക്ക് അവിടെ വ്യൂസ് കൂടുതൽ കിട്ടും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ ചാനൽ കംപ്ലീറ്റ്ലി ഡാർക്ക് ഡെഡ് ഫ്രീസ് ആയി പോയതാണെങ്കിലും അതിനെ നമുക്ക് അൺഫ്രീസ് ചെയ്ത് ഗ്രോ ചെയ്യാവുന്നതാണ്. എൻ്റെ ഫ്രീസ് ആയി പോയ ഈ ചാനലിനെ ഞാൻ അൺഫ്രീസ് ചെയ്ത് ഇപ്പോൾ പതുക്കെ ഗ്രോ ചെയ്യുന്നത് ഇതേ മെത്തേഡിൽ തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങളൊരു പുതിയ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇപ്പോൾ ഈ ചാനൽ ഏത് ജിമെയിൽ ഐ ഡിയിലാണോ ഉള്ളത് അതിൽ നിന്നും ഈ പുതിയ ജിമെയിലിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. ഇത് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ആദ്യം നിങ്ങളുടെ ചാനലിനെ ജിമെയിൽ ഐ ഡി ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഈ വീഡിയോയിൽ എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ അൺഫ്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.